ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, കാരണം ഇത് എൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ ആണ്. ഇന്ന് നമുക്കൊരു ബൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. ബൊക്കെ ചെയ്യാൻ ചോക്ലേറ്റ്സ്, ഫ്ലവേഴ്സ് വേണം, പിന്നെ ബൊക്കെ ഷീറ്റ്സ് വേണം, ടാപ്പ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വേണം. നിങ്ങൾ ഇത്ര സിമ്പിളാണോ ഈ ഒരു ബൊക്കെ ചെയ്യാനെന്ന് കരുതും, അത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഡയറി മിൽക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഈ ഡയറി മിൽക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബൊക്കെ സ്റ്റിക്സ് എന്ന് പറയാം. ഒരു സ്റ്റിക്കിന് 3 രൂപയാണ് വരുന്നത്. സ്റ്റിക്ക് പാക്കായിട്ട് വാങ്ങുമ്പോൾ ഒന്നുകൂടി ലാഭത്തിന് കിട്ടും. ഇനി ബൊക്കേൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ സ്റ്റിക്കുമേ ഈ ചോക്ലേറ്റ്സ് ആക്കിയെടുക്കാം എന്നുള്ളതാണ്. ഈ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, ബാക്ക് ഭാഗം ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഡബിൾ ടാപ്പ് വെച്ച് കൊടുക്കാം. ഇതുമേ സ്റ്റിക്ക് വെച്ച് അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കവർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എല്ലാ ചോക്ലേറ്റും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവേഴ്സ് ഈ സ്റ്റിക്കിലൊന്ന് സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഫ്ലവറാണ്. ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഇതിന് ഒയാസിസ് എന്ന് പറയും. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഒയാസിസ് ഉണ്ടല്ലോ, ഇതിന്മേൽ ഈ ചോക്ലേറ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. നമുക്കിതിന് പകരം തെർമക്കോളും യൂസ് ചെയ്യാം കേട്ടോ. ഇതന്നെ വേണമെന്നൊന്നുമില്ല, തെർമക്കോളും ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഓരോന്നോരോന്നായി ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു ലെയറായിട്ടാണ് ചെയ്യുന്നത്. കസ്റ്റമർ എന്തെങ്കിലും റെഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിന്മേൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറക്കിയാൽ തന്നെ അതിൽ സെറ്റായി നിൽക്കും. ഇനി ഇതിൻ്റെ ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമ്മൾക്ക് ഷീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 ഭാഗങ്ങൾ എടുക്കുക. 2 ഭാഗങ്ങൾ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്യണം. ഇനി ഇത് റബ്ബർ ബാൻഡ് വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. റബ്ബർ ബാൻഡ് വെച്ച് സെറ്റ് ചെയ്താൽ നല്ല പെർഫെക്റ്റായി നിൽക്കും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം വെച്ച ഷീറ്റിൻ്റെ അതേ ഹൈറ്റിൽ ശ്രദ്ധിച്ച് നോക്കി വെക്കുക. ഞാനിപ്പോൾ ഇതാ ഇവിടെ മെല്ലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 സൈഡും ഒരുപോലെ മടക്കി കൊടുത്ത് ഒന്ന് ടാപ്പ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ സ്റ്റെപ്പിന് പിന്നെയും റബ്ബർ ബാൻഡ് വെച്ച് ഒന്ന് നല്ല ടൈറ്റ് ഫിറ്റിൽ സെറ്റ് ചെയ്യാം. റബ്ബർ ബാൻഡ് വെച്ച് സെറ്റ് ചെയ്താൽ നല്ല പെർഫെക്റ്റ് കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ടും ചെയ്യാം, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. വീണ്ടും നേരത്തെ പോലെ തന്നെ 2 സൈഡും ഒരുപോലെ മടക്കിയിട്ട് അടുത്ത ലെയർ സെറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2nd ലെയറും 3rd ലെയറും 2 ഒരുമിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. 2 ഒരുമിച്ചാണ് റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിപ്പോൾ 2 ഒരുമിച്ചാണ് റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ ഫൈനൽ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈസ് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കില്ല. റിബൺ ഇങ്ങനെ വെച്ച് കെട്ടിക്കൊടുക്കാം. ഒരു ബട്ടർഫ്ലൈ കെട്ടുണ്ടല്ലോ, ആ ഒരു കെട്ടിക്കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കെട്ടാണ് ഇഷ്ടമോ അതുപോലെ കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബൊക്കേൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.